സേഫ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കല്ലേ? യൂട്യൂബ് തുറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മൊത്തം ഡാസ്ലർ ഫ്രീ ഗിഫ്റ്റ് ഹാമ്പറിനെ കുറിച്ചുള്ള വീഡിയോസ് ആണല്ലേ. ഞാൻ തന്നെ കുറച്ച് വീഡിയോസ് അതിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഡാസ്ലർ ഫ്രീ ഗിഫ്റ്റ് ഹാമ്പർ കിട്ടിയതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയാ കിട്ടാന്നുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വന്നിട്ടുള്ള കുറച്ച് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേറൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വീഡിയോസ് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോയുടെ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നും ഡാസ്ലർ തന്നെയാണ്. ഈ ഡാസ്ലർ ഫ്രീ ഗിഫ്റ്റ് ഹാമ്പറിൽ എനിക്ക് കിട്ടിയിട്ടുള്ള 4 ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഉണ്ട്. 4 ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ്. ഞാൻ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ള 4 ഷെയ്ഡ്സ് ആണ് കേട്ടോ. ഇതിന്റെയൊക്കെ സ്വാച്ചസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. പല വീഡിയോസിലും സെയിം ഷെയ്ഡ് തന്നെ പല കളറിലായിട്ടാണ് കേട്ടോ കാണിക്കാറ്. അപ്പോൾ ഇത് മേടിക്കാൻ നിൽക്കുന്നവർക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും ഇതിന്റെ ശരിക്കുള്ള കളർ ഏതാന്ന്. വീഡിയോ എടുക്കുന്ന ലൈറ്റ് സെറ്റിംഗ് കാരണവും വീഡിയോ എടുക്കുന്ന ഫോൺ കാരണവും ഇങ്ങനെ ഒരേ ഷെയ്ഡ് തന്നെ പല കളറിലായിട്ടൊക്കെ കാണാറുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വേറെ ലൈറ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇതിന്റെയൊക്കെ ആക്ച്വൽ കളേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ ഷെയ്ഡ്സ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഡാസ്ലറിന്റെ DLC 025 എന്ന് പറയുന്ന ഹേസൽനട്ട് കപ്പ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോയിട്ടുള്ള, ഏറ്റവും ഹൈപ്പ് കിട്ടി പോയിട്ടുള്ള ഒരു ഡാസ്ലറിന്റെ ഷെയ്ഡാണ് കേട്ടോ. ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കേട്ടോ ഇത്. കയ്യിൽ ഇതുപോലെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ബ്രിക്ക് റെഡ് കളറാണ്, ഒരു ഇഷ്ടിക നിറം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു കളറാണ്. പക്ഷെ ഇത് ചുണ്ടിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഡാർക്ക് ആണ്, ഒരു ബ്രൗൺ കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു കളറാണ്. കണ്ടോ, കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലേക്കാണ് ഇത് വരിക. ഫെയർ സ്കിൻ ടോൺ ഉള്ളവരാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലിപ്സ് കുറച്ച് പിഗ്മെന്റഡ് ആയിട്ട് ഇരിക്കുന്ന പോലെ, ഒരു ഹാലോവിൻ ലുക്കൊക്കെ ഇല്ലേ, അത്രയും പിഗ്മെന്റഡ് ആയിട്ടാണ് ഈ ലിപ്സ് ഈ ഒരു ഷെയ്ഡ് ഉപയോഗിക്കുമ്പോൾ ഇരിക്കുക. പിന്നെ മീഡിയം സ്കിന്നിന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കും. ഡസ്കി സ്കിന്നാണ് കുറച്ചും കൂടെ ഈ ഒരു ഷെയ്ഡ് സ്യൂട്ടായി പോവുക കേട്ടോ. എൻ്റെ ഇപ്പോൾ ഒരു മീഡിയം സ്കിൻ ടോൺ ആണ്. ഞാൻ ചുണ്ടിൽ ഈ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്തപ്പോൾ ഇതാണ് ഇതിന്റെ കറക്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത്. വലിയ കുഴപ്പമില്ലാത്ത അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് ട്രാൻസ്ഫർ പ്രൂഫോ ആണ്, സ്മഡ്ജ് പ്രൂഫോ വാട്ടർ പ്രൂഫോ അല്ല. ഞാൻ ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ ടിന്റ് ചുണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു വലിയ ക്വാണ്ടിറ്റിയിൽ ഈ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നതിന് പകരം കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും, കുറച്ചും കൂടെ നല്ലൊരു കളർ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഡാസ്ലറിന്റെ DLC 004 എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡും ഇനി കാണിക്കാൻ പോകുന്ന 2 ഷെയ്ഡ്സും യൂട്യൂബിലൊന്നും അധികം റിവ്യൂ ചെയ്ത് കണ്ടിട്ടില്ലാത്ത 3 ഷെയ്ഡ്സ് ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഈ DLC 003 എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല ഹൈപ്പൊക്കെ കിട്ടിയിട്ടുള്ള ഷെയ്ഡാണ്. അപ്പൊ ഞാനൊരു പൊടിക്ക് കൂട്ടിയെടുത്തതാണ് DLC 004 എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബർഗണ്ടി കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഈ മുന്തിരി കളർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ അത്രയും ഡാർക്ക് പിങ്കിഷ് ടോണിൽ വരുന്ന ഒരു കളറാണ്. അടിപൊളി ഷെയ്ഡാണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്തൊരു ഷെയ്ഡാണ്. ഞാൻ നേരത്തെ കാണിച്ച DLC 025 അത്രയും ഹൈപ്പൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. പക്ഷെ എനിക്ക് അതിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു ബോൾഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടോണിനും സ്യൂട്ടായി പോകുന്ന നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതിൽ കൂടുതൽ ഈ ഒരു ഷെയ്ഡിന് പുകഴ്ത്താൻ എനിക്കറിയില്ല കേട്ടോ ഗൈസ്, അത്രയും അടിപൊളി ഷെയ്ഡാണ്. ഇപ്പോൾ കാണിക്കുന്ന 4 ഷെയ്ഡ്സിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഷെയ്ഡ് ഇതാണ്. പിന്നെ ഡാസ്ലറിന്റെ എല്ലാ ലിപ്സ്റ്റിക്സിന്റെയും ആപ്ലിക്കേറ്റർ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ടെക്സ്ചറാണ് എല്ലാ ലിപ്സ്റ്റിക്സിനും. ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഇത് അപ്ലൈ ചെയ്യാതെ കുറച്ച് ക്വാണ്ടിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് നോക്കി. ആ ഒരു ഷെയ്ഡും ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു ഷെയ്ഡും എനിക്ക് ഇഷ്ടപ്പെട്ടു. നേരത്തെ ഉള്ള ഷെയ്ഡിനേക്കാളും കുറച്ചും കൂടി ഒരു ന്യൂഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അതും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സോ എനിക്ക് പേഴ്സണലി ഈ ഒരു ഷെയ്ഡിന് ഞാൻ 10/10 കൊടുക്കും. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് കേട്ടോ. അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഡാസ്ലറിന്റെ DLC 007 എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്രയും ഹൈപ്പൊന്നും കിട്ടാത്ത, അധികം റിവ്യൂസ് ചെയ്ത് കണ്ടിട്ടില്ലാത്തൊരു ഷെയ്ഡാണ് കേട്ടോ ഇതും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായതാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ കണ്ട ഷെയ്ഡിനേക്കാളും കുറച്ചും കൂടെ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളൊരു പിങ്കിഷ് ഷെയ്ഡാണ്. ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്ത അതേ ഷെയ്ഡ് തന്നെയാണ് ഇത് ചുണ്ടിൽ അപ്ലൈ ചെയ്യുമ്പോഴും. ഓക്കെ, പിന്നെ ഇത് ഫെയർ സ്കിൻ ടോണിനൊക്കെ നല്ല രീതിയിൽ സ്യൂട്ടാവും. മീഡിയം സ്കിൻ ടോണിനും വലിയ കുഴപ്പമില്ല. പക്ഷെ ഡസ്കി സ്കിൻ ടോണിലേക്ക് വരുമ്പോൾ കുറച്ച് വാഷ് ഔട്ട് ആയിട്ട് നിൽക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരു ലിപ് ലൈനർ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇത് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത്. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഡ്രസ്സിലുള്ള ആ ഒരു പിങ്കി ഷെയ്ഡ് തന്നെയാണ്, അതാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നുണ്ട്. പക്ഷെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ഒന്നും കേൾക്കുന്നില്ല, നല്ല നോയ്സ് ഒക്കെയാണ്. അപ്പോൾ അതാണ് ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഡാസ്ലറിന്റെ DLC 026 എന്ന് പറയുന്ന ഷെയ്ഡാണ്. DLC 025 ഒക്കെ നല്ല രീതിയിൽ ഹൈപ്പൊക്കെ കിട്ടി നിൽക്കാനുള്ളൂ. അപ്പോൾ ഞാനൊരു പൊടിക്ക് കൂട്ടിയെടുത്തതാണ് DLC 026 എന്ന് പറയുന്നത്. ഇത് നേരത്തെ കാണിച്ച DLC 004 സിമിലർ ആയിട്ട് കുറച്ചും കൂടെ ഒരു ലൈറ്റർ ഷെയ്ഡിൽ വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷെയ്ഡ്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നില്ല എന്ന്. ഇപ്പോൾ കറന്റ് ആ ഓപ്ഷൻ അവൈലബിൾ അല്ല കേട്ടോ. കുറേ ഷെയ്ഡ്സ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഷെയ്ഡ്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ അല്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് വരെ അവൈലബിൾ അല്ല കേട്ടോ.
ഓക്കെ, ഇനി ഈ ഒരു ഷെയ്ഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് വാഷ് ഔട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഒരു ലൈറ്റ് പിങ്കിഷ് ഷെയ്ഡാണ്, പക്ഷേ എനിക്ക് കുറച്ച് വാഷ് ഔട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഫെയർ സ്കിൻ ടോൺ ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ സ്യൂട്ടായി പോകും. ഇതുപോലെ ഒരു മീഡിയം ഡസ്കി സ്കിൻ ടോൺ ഒക്കെ ആണെങ്കിൽ കുറച്ച് ഇതുപോലെ വാഷ് ഔട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു ലിപ് ലൈനർ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് വൈപ്പ് ചെയ്ത് ഒരു ലൈറ്റർ ഷെയ്ഡ് ആക്കി കഴിഞ്ഞപ്പോഴും അതും എനിക്ക് വാഷ് ഔട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു ന്യൂഡ് പിങ്കിഷ് ഷെയ്ഡ് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് വെച്ച് ബാക്കി 3 ഷെയ്ഡും എനിക്ക് നല്ല രീതിയിൽ സ്യൂട്ടായി പോയിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് വാഷ് ഔട്ട് ആയിട്ട് നിന്നു. ഞാൻ പറഞ്ഞ പോലെ ഫെയർ സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെയ്ഡ് സ്യൂട്ട് ആവും കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഡാസ്ലറിന്റെ ഫ്രീ ഗിഫ്റ്റ് ഹാമ്പറിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായ 4 ലിപ്സ്റ്റിക് ഷെയ്ഡ് എന്ന് പറയുന്നത്. വീഡിയോയിൽ കാണിച്ച സെയിം കളർ തന്നെയാണ് ഓരോ ഷെയ്ഡ്സിന്റെയും ആക്ച്വൽ കളർ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ അടിപൊളിയാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, സ്മച്ച് പ്രൂഫോ വാട്ടർ പ്രൂഫോ അല്ല. ഇതൊക്കെയാണ് ഇതിന് പറയാനുള്ള മെയിൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.